ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പം റെഡിയാകുന്നത് അമ്പലത്തിൽ പോകാനുള്ളതാണ്. അപ്പോൾ മീഷോയിൽ നിന്ന് എടുത്തപ്പോൾ ഞാനിത് ഡ്രസ്സ് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു 590 ആയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നേനും. ഇത് 793 പേ ചെയ്യേണ്ടി വന്നിരുന്നു. ഒരു 590 ആയിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ എന്നൊരു ഹാപ്പി ആയ ഒരു വർത്തിട്ടാണെന്ന് തോന്നിയിരുന്നു. ഇതൊരു 793 പേ ചെയ്തതുകൊണ്ട് എനിക്ക് അത്ര ഞാൻ ഹാപ്പിയല്ല. അതിന് ശേഷം ഞാൻ ഒന്ന് ജ്വല്ലറി പോയി ഒരു ചെറിയ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഇത് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്തും എങ്ങനെ എടുക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ മന്ത്ലി ഉള്ള സ്കീം പൈസ അടച്ച് ജ്വല്ലറിയിൽ അടച്ചിട്ട് കഴിയുമ്പോൾ നമുക്കൊരു 10 മാസമൊക്കെ ആകുമ്പം കുറച്ച് ക്യാഷ് നമുക്ക് എന്തായാലും സേവ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ ഗോൾഡ് എടുത്തത്. അപ്പോൾ എന്തായാലും അത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ടൈപ്പ് കമ്മലാണ്. അതുകൊണ്ട് അതെനിക്ക് വളരെ ഇഷ്ടമായൊരു ഡിസൈൻ കണ്ടപ്പോൾ ഇഷ്ടമായി. അങ്ങനെ ഞാൻ എടുത്താണ്. അതിന് ശേഷം രാവിലെ ഞാൻ ക്ലീനിങ് പരിപാടി, ഇന്ന് ശിവരാത്രിയുടെ ക്ലീനിങ് ആണ്. രാവിലെ തന്നെ തുടങ്ങി. ഒരു 5:30 ആയപ്പോൾ തന്നെ ഞാൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ചെടികളൊക്കെ ഞാൻ എടുത്തകത്തേക്ക് വെച്ചു. വീടൊക്കെ ലിവിങ് ഒക്കെ ഹാപ്പിയായി ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ചെടികളുടെ കാര്യം ഒരു കാര്യം എപ്പോഴും ഇപ്പോൾ ശ്രദ്ധിച്ച് അടുത്തിരിക്കുമ്പോൾ ചെടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വളരുകയും അകത്തി വെക്കുമ്പോഴത്തേക്കും ഇതിനത്ര ഒരു ഗ്രോത്ത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിന് ശേഷം ഇങ്ങനെയാണ് റൂം ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അതിന് ശേഷം ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാം. ഞങ്ങൾക്കിവിടെ എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സമയത്ത് കൊഴുക്കട്ട രാവിലെ ശിവരാത്രിയുടെ അന്ന് രാവിലെ കൊഴുക്കട്ടയോ അടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു രാവിലത്തെ പ്രിപ്പറേഷനാണ്. അപ്പം ഞാൻ അത് രാവിലെ എല്ലാം റെഡിയാക്കി. അപ്പോൾ മോൾക്ക് സ്കൂളിലൊന്ന് പോകണം കുറച്ച് സമയത്തേക്ക്. അവൾ പോകാനായിട്ട് അവൾ റെഡിയാവുന്നു. ആ സമയത്തിനുള്ളിൽ ഞാൻ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കൊഴുക്കട്ട. കഴിക്കുന്ന അപൂർവം ചില ഭക്ഷണങ്ങളിലൊന്നാണ് ഈ കൊഴുക്കട്ട. ഞാൻ കുറച്ച് നീളത്തിലാണ് കേട്ടോ. എപ്പോഴും ഈ ഉണ്ട പിടിച്ച് ഉണ്ടാക്കത്തില്ല. ചിലപ്പോൾ ഒന്നിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയുണ്ടാവും. എൻ്റെ ഒരു മോദകിൻ്റെ ഒരു അച്ചുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. എവിടെയോ ഉണ്ട്. അടുത്ത ശിവരാത്രിക്ക് അത് തപ്പിയെടുത്തിട്ട് അതിനകത്ത് വേണം ഇനി ഉണ്ടാക്കാനായിട്ട്. അത് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ച്, ഉച്ചയാകുമ്പോഴത്തേക്ക് അമ്മ വരും. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അമ്മയെ സഹായിച്ചാൽ മതി. പുഴുക്കും ഒക്കെ ഉണ്ടാക്കുന്ന അമ്മയായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഒക്കെ എടുത്ത് വെച്ച് പെട്ടെന്ന് ആവി കയറ്റിയ ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. കാരണം ചൂടുവെള്ളത്തിലല്ലേ നനയ്ക്കുക. ഇത് റെഡിയായി. അത് കഴിച്ചു. മോളെ പറഞ്ഞു വിട്ടു. പിന്നെ എനിക്ക് രാവിലെ തന്നെ ഞാൻ കഞ്ഞി വെച്ചു. പിന്നെ അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞു, കഞ്ഞി റെഡിയാക്കി. അപ്പോൾ നമുക്ക് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തു. പിന്നെ കുഴയൊക്കെ നല്ല സൂപ്പർ കുഴയായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കഞ്ഞിയും കോഴിയും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് ഒരു നല്ല കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളിതൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അത് അച്ചാറൊക്കെ അമ്മ തന്നെ, ഒരു മാങ്ങ അമ്മ കൊണ്ടുവന്നു, ഒരു മാങ്ങ ഇവിടെ ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ അമ്മ അച്ചാറിട്ടു. പിന്നെ കഞ്ഞിയും കോഴിയൊക്കെ കൂട്ടി ഞാനും അമ്മയും മോളും പപ്പടമൊക്കെ കൂട്ടിയിട്ടൊക്കെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ, ബൈ, സീ യു.